ഓടക്കോല എവിടെയാമോ? ഇതില് ഓലയില്ല. താഴെ ഓലയൊന്നും വേണ്ട, തീ കത്തിച്ച് കിട്ടിയ പോരെ. എണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ. എന്നിട്ട് ചക്ക വേവിച്ചിട്ട് അടി പിടിച്ചിട്ട് പോണില്ല കേട്ടോ. ഇനി അതിങ്ങനെ കമ്പിച്ചരി വാങ്ങിയിട്ട് വരതണം. ചക്ക അന്ന് വേവിച്ചിട്ടേ മറ്റേ ചതച്ച ഇഞ്ചി മിക്സിയിലല്ലോ അമ്മിയിൽ ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി. ഇന്ന് അമ്മയുടെ വകയാണ് കേട്ടോ പാചകം. എൻ്റെ വകയിൽ ചിക്കൻ കറി. ചിക്കൻ എവിടെ എന്നിട്ട്? ചിക്കൻ ഫ്രിഡ്ജിൽ. ആ ചെക്കനെടുത്താ എടുത്തേക്ക് അത് എടുത്ത് താഴെയല്ലേ കത്തിയിട്ടില്ല. അമ്മ എന്താ നേരത്തെ പറഞ്ഞതാട്ടെ എന്തെങ്കിലും ഉണ്ടാക്കാൻ. എനിക്ക് സത്യം പറയാ വയ്യ. ഫസ്റ്റിനെ പറയുന്നത് വയ്യാന്ന്. ഇപ്പോൾ ഡോക്ടറെ കണ്ട് വന്നേ ഉള്ളൂ കേട്ടോ. ഡോക്ടർ ഓ ഒന്ന് ഞാൻ കഴുകിയിട്ട് വരട്ടെ. അതൊന്നാണ്ട് ഒന്നും കൂടി കഴുകി വാരി കഴുകിയൊക്കെയാണ് വെറുതെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ടാൽ മതി. നമ്മളിപ്പോൾ ഡോക്ടറെ കാണാൻ പോയി വന്ന് ഇരിക്കുകയാണ്. കുറേ പേര് കമൻറ്റിനൊക്കെ റിപ്ലൈ എന്താ തരാത്തതെന്ന് പറഞ്ഞിട്ട് ചോദിച്ചിരുന്നു. വയ്യായിരുന്നു കേട്ടോ, തലവേദനയായിട്ട്. ഇപ്പോൾ പോയി വയ്ക്കത്തില്ലേ, BP കുറച്ച് കൂടുതലാണ് അത്രയില്ലേട്ടാ. BP കൂടുതൽ. പിന്നെ എനിക്ക് ഈ കൈയില്ലേ, നമ്മുടെ കയ്യും തലവേദന ഉണ്ടായിരുന്നു. കൈ ഭയങ്കര, 2 കൈയും കാലൊക്കെ നല്ല തരിക്കും. ഈ മഴ പെയ്യാലും മഴയില്ലെങ്കിലും ഇവിടെ തരിച്ചിട്ട് കാലിൻ്റെ പേരിലൊക്കെ ഇങ്ങനെ പൊന്തി ഇങ്ങനെ നിൽക്കൂട്ടോ. അപ്പോൾ ഭയങ്കര വേദനയാണ്. ഞാൻ ഇവരോടൊന്നും മിണ്ടിയിരുന്നില്ല. അതിന് നല്ല ചീത്തയും കേട്ടു. വയ്യ പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ ഇങ്ങനെ പറയുമ്പോൾ അവർക്കൊരു ഇടങ്ങാറ് തോന്നില്ലേ പറഞ്ഞിട്ട് നമ്മൾ സഹിച്ച് നടക്കും. ഓലക്കൊടി ഇല്ലമ്മ. ഓരേ നമ്മൾ കത്തി കയറി കിട്ടണം. അവിടെ ഇല്ല, കത്തും ഉണ്ടേ. കറിവേപ്പില എണ്ണ വേണോ? പഴുത്തു അങ്ങനെ എണ്ണ പോരെ. അപ്പോൾ നമ്മൾ കണ്ടോ ഇത്രയേ ഉള്ളൂ. അത് ഇതാട്ടോ, അത് എടുക്കാൻ പറ്റുമോ? വെളുത്തുള്ളി ചെറുള്ളി ഇതൊക്കെ ഇവിടെ ചായച്ചതാ. അമ്മയുടെ ചിക്കൻ കറി. വെള്ളം ഒഴിച്ചിട്ടാൽ മതി. അവിടെ വെള്ളം മേമുണ്ട് അവിടെ. അല്ലെങ്കിലും ഈ അമ്മമാരുണ്ടെങ്കിലേ നമുക്കൊരു മടി ഉണ്ടാവില്ലേ. അത് വീട്ടിൽ പോയാൽ പ്രത്യേകിച്ചും ഉണ്ടാവും കേട്ടോ. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ആകെ 1 ദിവസമോ 2 ദിവസമോ ലീവ് കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ തന്നെ എഴുതി അടുക്കള വരണം. നിങ്ങൾക്ക് ആർക്കൊന്നും ഇല്ലാതെ നോക്കിയാൽ മതി. എൻ്റെ കണ്ണാണ്. അമ്മയ്ക്ക് പേടിയായിട്ടോ. BP കൂടുതലാണ് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു BP കൂടുതലാണ്. ഇനിയിപ്പോൾ 10 ദിവസം മരുന്ന് കഴിച്ചിട്ട് മാറിയിട്ടില്ലെങ്കിൽ പിന്നെ സ്ഥിരമായിട്ട് BPയുടെ മരുന്ന് കഴിക്കേണ്ടി വരും പറഞ്ഞു. എനിക്ക് നിങ്ങൾ വിചാരിക്കില്ലേ, ഞാൻ ഇന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ വലിപ്പം തോന്നും. എനിക്ക് ഏത് കൂടെങ്കിലൊക്കെ ടെൻഷനൊക്കെ വന്നു കഴിഞ്ഞാൽ വെച്ചാൽ ഭയങ്കര പ്രശ്നം കേട്ടോ. എനിക്ക് ഒന്നാമത് ഏട്ടന് വയ്യാത്തത് ഒരു ടെൻഷൻ ഉണ്ട്. വീട് പണിയുടെ ചെറിയൊരു ടെൻഷൻ. എന്താ പിന്നെ ഉള്ള ടെൻഷൻ എന്താണെന്നറിയോ? അപ്പം നാളെ നമ്മൾ ഇവിടെ മേമയുടെ മരുമകളുടെ അമ്മ മരിച്ചിട്ട് കാണാൻ പോയി. അതവിടെ നമുക്ക് BP കൂടിയത്. ഭയങ്കര ടെൻഷനായി. എന്താ വെച്ചാൽ നമുക്ക് ആരുമില്ല, നമ്മൾ ഒറ്റപ്പെടില്ലേ എന്നുള്ള ആ ഒരു ഇതില്ലേ, അത് എനിക്ക് താങ്ങാൻ പറ്റില്ല. ഞാൻ ഗീതറമ്മ മരിച്ചു പോയിട്ട് എന്തുണ്ടായി? അമ്മ കുഴഞ്ഞു വീണു. ഇത്ര അവിടെ കുഴഞ്ഞാണ്ട് വീണു. ഞാനാണല്ലോ ഇതിൻ്റെ മനസ്സിന് തീരെ ഒരു ബലമില്ല. ആ കിണറ്റിലേക്കാണ്ട് എത്തി നോക്കിയതാണ്. 30 പറിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കിണറ്റിലേക്ക് എത്തി നോക്കിയതാ. കിണറ്റിലേക്ക് എത്തി നോക്കിയോട് കൂടിയിട്ട് എൻ്റെ സമാധാനം വെച്ചു. അതൊന്ന് വാടട്ടെ. അങ്ങോട്ട് തുള്ളിയാണ്. അമ്മ കുക്കിംഗ് ചെയ്യുന്ന ആളാണ്. എന്നിട്ട് ഞാൻ അമ്മടേത്തത് വാടട്ടേന്ന്. തുള്ളി എണ്ണ വേണമെന്ന്. എന്താലേ സുകന്യെ? പച്ചമത്തനുണ്ട്. മത്തൻ നാളെ കൂട്ടാൻ വെക്കാം. അപ്പോൾ ഞാൻ പേടിച്ചിട്ടാണ് എണ്ണക്കുപ്പിയിൽ എണ്ണ എടുക്കണേ. ഇതിൻ്റെ മറ്റേ ഒന്നായിട്ട് പോവുമെന്ന് വിചാരിച്ചിട്ടേ. എല്ലാം അങ്ങനെ പോവില്ലത്. എന്താണ് 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 തുടങ്ങി. എന്താണ്
ഞാൻ 3 നേരം കഴിക്കുന്നില്ല പറഞ്ഞിട്ട് അത് തള്ളി മോളല്ലേ. ഞാൻ ഭക്ഷണം കഴിക്കണില്ല പറഞ്ഞിട്ട് അമ്മ എന്നെ ചീത്ത അറിയട്ടോ. അമ്മ ഭക്ഷണം കഴിക്കില്ല. അതാണ് മെയിനായിട്ട് നേരത്തെ കഴിക്കാൻ. നീ കഴിക്കണ്ടോ? രാവിലെ ഒരു ദോശ, ഇനി അതില്ല പറഞ്ഞാൽ 12 മണിക്ക് ഒരു എന്തെങ്കിലും കഴിച്ചാൽ പിന്നെ വൈകുന്നേരത്തെ കഴിക്കുള്ളൂ. ഇല്ല, ഗ്രൈൻഡർ എന്തെന്ന് കിട്ടുമെന്ന് പറഞ്ഞല്ലേ വാങ്ങാൻ പോയിട്ടില്ല. നാളെ പോവാ. പിന്നെ എനിക്കൊരു ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ. ആഞ്ചിയ എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചിരുന്നു കുറേ പേര്. അത് ഞാൻ കണ്ടു കേട്ടോ. എനിക്ക് അതിൽ കമന്റിന് അപ്പത്ര ആഞ്ചിയ പറഞ്ഞാൽ നമ്മൾ വീഴാൻ പോവുക, ചാരി ഇരിക്കുക. നമ്മുടെ നാട്ടിൻപുറത്തെ ഒരു സംസാര രീതിയാണത് ആഞ്ചിയ എന്നുള്ളത് പറയുന്നത്. ആഞ്ചിപ്പോയി പെട്ടെന്ന് അങ്ങോട്ട് ആഞ്ചിപ്പോയിരുന്നു എന്ന് പറയില്ലേ. അപ്പോ അതാണ് കേട്ടോ വീഴാൻ പോവാന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അല്ലാതെ വേറെ ഒന്നും അത് തെറ്റ്. അതാണ് അർത്ഥം. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിരുന്നു. അപ്പോൾ എനിക്കത് പറയാൻ പറ്റിയില്ല. തക്കാളി ഇടാ. അപ്പോൾ തക്കാളി അവിടെ ഏട്ടനും അനിയനും പാടുള്ള അംഗമാണ് കേട്ടോ. അവിടെ പഠിക്കുന്നതിൻ്റെ ഇടയിൽ അത് അങ്ങോട്ട് നോക്കി കഴിഞ്ഞു വെച്ചാൽ പിന്നെ കുഞ്ഞുണ്ണിക്ക് കരച്ചിൽ കൂടും. എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒന്നും കൂടി കൂടും. ഞാൻ ആ ഉപ്പ് സൂനി ഉപ്പ് എടുത്ത് കൊടുക്കുകയും കല്ലുപ്പുണ്ട്, പൊടിയുപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ താഴെ, ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഇട്ട വീഡിയോയുടെ താഴെ ഒരു ശോഭിത പറഞ്ഞിട്ട് ഒരു ചേച്ചിയാണോ എന്തോ ആയിക്കോട്ടെ, മൂപ്പത്തിയൊരു പറയാൻ പറ്റാത്ത രീതിയിലുള്ളൊരു കമൻറ്റ് കണ്ടിരുന്നു. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അച്ഛനമ്മയും പഠിപ്പിച്ച ചെറിവാക്കുകളൊന്നും നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നമ്മളോട് പറയണ്ട. നിങ്ങൾ അറിയുന്നവരോടോ നിങ്ങളുടെ മക്കളോടോ നിങ്ങളുടെ അച്ഛനമ്മേനെയൊക്കെ നിങ്ങൾ വിളിച്ച് ശീലിച്ചോളി. ഞങ്ങളുടെ അടുത്തേക്ക് വരികയേ വേണ്ട കേട്ടോ. ഞാൻ ഇത് പറയണില്ലാന്ന് വിചാരിച്ചാണ്. പിന്നെ ഇത്രയും നമുക്ക് അച്ഛനമ്മേനെ കുറവാ. വായ മാത്രം പറഞ്ഞു മാതിരി പൂതറ വർത്താനങ്ങൾ കമന്റ് ആയിട്ടുണ്ട് പറഞ്ഞല്ലേ. അത് അവര് വളർത്തിയ അച്ഛനമ്മയുടെ കുഴപ്പാ. അവര് വളർന്ന ചുറ്റുപാട്ട കുഴപ്പമാണ്. മറ്റുള്ളവരെ തെറി പറയാൻ നിൽക്കണു. നിങ്ങളുടെ ഏറ്റവും വലിയൊരു തെറ്റാണ് കേട്ടോ. നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ട് പറഞ്ഞിട്ട് നിങ്ങളുടെ ഐഡിയ കണ്ടുപിടിക്കാനോ നിങ്ങളെ കണ്ടുപിടിക്കാനോ ഒരു പ്രയാസവും ഇല്ല. സമ്മാനത്തിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോ കമന്റ് ബോക്സിൽ മാത്രമല്ല, കമന്റ് ബോക്സിൽ കുറ്റം കിട്ടില്ലാതെ തെറി പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കിട്ടാനുള്ള വഴികളില്ലായിരുന്നില്ല. നമുക്കതിന് നടക്കരുതെന്ന് വിചാരിച്ചില്ല. ഒരാൾ നമ്മളായിട്ട് ഒരാൾ ദ്രോഹിക്കരുത് വിചാരിച്ചില്ല. പിന്നെ നിങ്ങൾ ദ്രോഹിക്കുന്നത് മാനം കെടും. അത് ചില്ലറ മാനം കെട്ടില്ലെന്നായിരിക്കില്ല. പിന്നെ ശോഭിതല്ല, ഒരു ശോഭാനായിരിക്കും. നിങ്ങൾ എടുത്ത കമന്റ് ഞങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കില്ലേ, അതൊരു തെളിവാണ്. പിന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല. എങ്ങനെ മാനം കിടന്നാൽ ഈ പൊതുജനത്തിനിടയിൽ തുണിയില്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥ വരില്ല. അത് വരുമ്പോഴേ മനസ്സിലാവും. നിങ്ങളുടെ അയ്യോ ഇങ്ങനെ നെഗറ്റീവ് എന്ത് പറയാനില്ല അന്ന് വിഷയമില്ല. പക്ഷെ ഈ തെറി പറയുന്നതില്ലേ, തെമ്മാടിത്തരക്ക് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നിർത്താൻ എവിടെ ഒരു സ്പൂൺ വേണ്ടേ മുളക് പൊടി കോരിയിടാൻ? എല്ലാ സംവിധാനങ്ങളും ഏത് ശോഭനായിരിക്കും. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ മക്കളുണ്ടെങ്കിൽ നിങ്ങളൊരു പെണ്ണല്ലേ. അല്ല സംഭവം ഞാൻ പറഞ്ഞത് വേറെ നല്ല കുടുംബത്തിൽ പറഞ്ഞില്ല ഗുണതാ. മാനഘട്ട വർത്താനൊന്നും പറയില്ല ഒരാൾ. അയ്യോ അത് കണ്ടിട്ട് എന്നോട് എന്താ ശില്പ അവര് പറഞ്ഞിരുന്നു ഇതിന് പ്രതികരിക്കണം പ്രത്യേകിച്ച് ഇതിന് നിങ്ങൾ കേസ് കൊടുക്കണം. കേട്ടോ മല്ലിപ്പൊടി നിങ്ങൾ കേസ് കൊടുക്കണം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇതിനെ പറ്റിയിട്ട് വീഡിയോയിൽ പറയണം എന്ന് പറയുന്നു. അപ്പൊ ഞാൻ പറയാണ്, കാരണം ചിലർക്ക് അച്ഛനും അമ്മേനെയും തിരിച്ചറിയാത്ത ആൾക്കാർ ഇന്നത്തെ കാലത്തും ഉണ്ടല്ലോ. അതുപോലത്തെ ഒരു സാധനം മുളക് പൊടി കേട്ടാ. അല്ലാതെ എന്താ മനസ്സിൽ കുഷ്ഠം വെച്ച് നടക്കുന്ന ആൾക്കാർക്ക് കാണുന്നതൊക്കെ ഞാൻ പറയട്ടെ, എന്തിനാ അന്നവർക്ക് തെറി പറയേണ്ട ആവശ്യം എന്താ? അമ്മ അത് നമ്മുടെ വീട്ടിലൊന്നും ആരും പറയാത്ത തെറി. അത് പറയാത്ത തെറിക്ക് ഒരു പെണ്ണ് തന്നിയും തറവാടും ഇല്ലാത്ത അവളങ്ങനത്തെ ആവേ, അതുകൊണ്ടാണ് അത് അങ്ങനെ പറയുന്നത്. നല്ല കുടുംബത്തിൽ പറഞ്ഞില്ല, നല്ല അച്ഛനമ്മയ്ക്ക് ജനിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരവാദി നമ്മളല്ല. നമ്മൾക്ക് ഈ കുറച്ചൊക്കെ വേണം. അതില്ലാത്തൊരു എത്ര ബുദ്ധിമുട്ടിക്കുന്ന കാണാതിരുന്ന പോലെ
അമ്മൂന് ആവേശം കയറി തെറി പറഞ്ഞു പറഞ്ഞപ്പോ കേൾക്കാൻ പറ്റിയ തെറി പറഞ്ഞു കഴിഞ്ഞാൽ ആരും തിരിച്ചു പറയും. അത് ഞാനപ്പോ കണക്കിൽ കണ്ടല്ല, ഞാൻ നല്ല കണക്കിൽ പറഞ്ഞിട്ടുണ്ടാവും. ഒരു 10 തലമുറക്ക് ഞാൻ വിളിച്ചിട്ടുണ്ടാവും തന്നെ. അത് ശരി, ഇപ്പൊ ആവശ്യത്തിനുള്ളത് പറഞ്ഞു. സംസ്കാരം അത് നമുക്ക് തിരിച്ചു കാണിക്കാം. അവരുടെ നിലവാരത്തേക്ക് നമുക്ക് താണ്ട് മറുപടി കൊടുക്കുകയൊക്കെ ചെയ്യാം. അല്ലേ, അവർക്കുള്ള ദൈവം തമ്മിലെ കൊടുത്തോളൂ. ഇതിങ്ങനെ കുറ്റം പറയണത്, കുറ്റങ്ങൾ പറഞ്ഞോണ്ട് നടക്കണവരിങ്ങനെ പറയേ തന്തയ്ക്കും തറവാട്. അതൊന്നും നല്ല തന്തയ്ക്ക് ഉണ്ടായതാവില്ല. ദൈവതമ്പുരാന്റെ കുഴപ്പം തന്നെയാണ് സംഭവം. അതന്നെയാണ് ഇവർക്കൊക്കെ അറുതിയില്ലാത്ത കൊടുക്കണം. ദൈവതമ്പുരാന് പറ്റിയ ഒരു അബദ്ധങ്ങളാണ്, ഓരോ അബദ്ധങ്ങളാണ്. പക്ഷെ ഞാൻ എന്താ പറയണത്, ഞാൻ എന്ത് വൃത്തികേടാണ് കാണിക്കുന്നത്. ശോഭിത എന്തായാലും നല്ല കുടുംബത്തിൽ പറഞ്ഞ നല്ല കുട്ടിയാണ്. എന്തായാലും അച്ഛനും അമ്മയ്ക്കും കമന്റ് ബോക്സിലും കൂടി അല്ല പിൻ ചെയ്ത് വെക്കാൻ പറ്റാത്ത തെറിയാണ് കേട്ടോ. അതും കൂടി പിൻ ചെയ്യാൻ പറ്റില്ല. അയ്യോ നമുക്കൊരു നിലവാരല്ലേ, അവർക്കൊരു നിലവാരമില്ലെങ്കിലും കുട്ട തുണിയല്ലേ. ആ നമുക്കൊരു നിലവാരല്ലേ ചേട്ടാ. ഒരാള് കാണുമ്പോ അത് പറയില്ലല്ലോ, ഇനി പറയില്ല. അല്ല ഇത് പറയില്ല, ലേശം ഉളുപ്പുള്ളതാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കമന്റ് ഒന്നും ഇടില്ല. കാരണം ഒരു സ്ത്രീ ആയാലും ഒരു പുരുഷനായാലും ഇത്രയും മോശമായ രീതിയിൽ ഒരു കമന്റ് ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കാരം പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്തിൽ അതിന് വഴികളില്ലാതെ ഇനി എന്താ പണിന്നറിയോ, ഇനി ഇങ്ങനത്തെ തെറി വരുമ്പോ നേരിട്ട് ഇതിനൊരു കംപ്ലൈന്റ് കൊടുക്കുക. ഇതാണ് കാണിച്ചു കൊടുത്താൽ അതോടുകൂടിയാണല്ലോ അവര് കണ്ടുപിടിച്ചോളൂ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ. കുറച്ച് വെള്ളമൊക്കെ ആ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു കുട്ടിമോള് മുതൽ വലിയവരും വരെ കാണുന്ന വീഡിയോസാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വൃത്തിയില്ല അല്ല ഏട്ടാ നമ്മള് ഇപ്പൊ നമ്മള് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ കാണാതിരിക്കുക. ഞങ്ങൾ ഒരിക്കലും നിർബന്ധിക്കില്ല. നമ്മൾ ഈ യൂട്യൂബ് ഇല്ലാത്ത സമയത്തും ഞങ്ങൾ ജീവിച്ചിരുന്നു. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഞങ്ങൾ യൂട്യൂബ് ഇല്ലാത്ത സമയത്തും ജീവിച്ചിരുന്നു. നമ്മൾ ഇതേപോലെ തന്നെയാണ്. ഇപ്പം നമുക്ക് ഇതിനൊരു സംവിധാനം വന്നതും കൊണ്ട് നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്കത് ഇഷ്ടമാവണോ, നിങ്ങൾക്ക് എന്നെ അറിയണോ, ഞങ്ങളെല്ലാവരും അറിയണോ. ഇല്ല പറഞ്ഞു വെച്ചാൽ ഇതൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം ശോഭിത എന്ന് പറയുന്നത് ചേച്ചിയാണോ അനിയത്തിയാണോ ഒന്നും എനിക്കറിയില്ല. അല്ല 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 ഏട്ടാ, അവര് ഞാനൊരു കാര്യം പറയട്ടെ, അവരെന്തോ ആയിക്കോട്ടെ. പക്ഷെ എൻ്റെ ഒരു മര്യാദയ്ക്ക് പറയാ, കള്ളുഷാപ്പിൽ പറയുന്ന ആൾക്കാർക്കാണ് വെച്ചാലും കൂടി അതിൻ്റെതായ മാന്യത ഉണ്ടാവും. ഒരു പെണ്ണുങ്ങളൊക്കെ ഇത്രയും തരം താഴ്ന്ന രീതിയിലൊക്കെ ഒരു കമൻ്റ് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ നിങ്ങളുടെ സംസ്കാരം എത്ര വലുതാണ്. ഇതാണോ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്ന ഒരു പാഠം എന്ന് പറയുന്നത്? എൻ്റെ മക്കൾക്ക് ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയാം, ഞാൻ നന്നായാലാണ് എൻ്റെ മക്കൾ നന്നാവുള്ളൂ. മക്കൾക്കും അവരുടെ കുടുംബത്തിലൊക്കെ കൊടുക്കണ അല്ല മസാല കാര്യങ്ങളല്ലേ കുടുംബത്തിലൊക്കെ കൊടുക്കേണ്ടത്. ഞാൻ ഇതിലൊക്കെ എഴുതിയിട്ട് അവർക്ക് ഇങ്ങനെയും വിടാൻ പാടില്ലാത്ത ഒരു കുടുംബത്തിൽ നല്ല സംസ്കാരം. അതിന് ഞാൻ പറയട്ടെ, ഞാൻ എന്നും ചിന്തിക്കും, ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് അമ്മ പറയും, അമ്മേനെ കണ്ടിട്ടാണ് ഞാൻ പഠിക്കേണ്ടത് പറയും. എന്നെ കണ്ടിട്ട് വേണം എൻ്റെ മക്കൾ പഠിക്കാൻ. ഞാൻ ഇന്നും കൂടി എൻ്റെ അമ്മോനോടും അച്ഛനോടും പറയും, നാളെ നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും അതാണ് നമ്മളത് ഇതായിട്ടല്ല, നമ്മളത് പറഞ്ഞു കൊടുക്കും. എൻ്റെ അമ്മ പറയും എന്നോട്, ഇപ്പോൾ കളിയാക്കണ കണ്ടില്ലേ, ഇടയ്ക്ക് എന്താ പറയുക, നിങ്ങളെന്താ അമ്മ അങ്ങനെ പാവായി. നമ്മളെ സ്വയം പുകഴ്ത്തല്ല കേട്ടോ. എൻ്റെ മക്കൾ പറയും എന്നോട്, അമ്മ അങ്ങനെ ആവരുത് എന്നുള്ളത്. നമുക്കൊരാളെ ദ്രോഹിക്കാറില്ല കേട്ടോ. സത്യമായിട്ട് പറയുകയാണ്, ഒരാളെ ദ്രോഹിക്കാനോ ഒരാളുടെ കണ്ണീര് കാണാനോ നമുക്ക് ഇഷ്ടമല്ല. നമ്മളെ കൊണ്ട് പറ്റിയ വെച്ചാൽ പൈസ കൊടുത്ത് സഹായിക്കാൻ അല്ലെങ്കിലും ആളായിട്ടെങ്കിലും നിന്ന് സഹായിക്കാൻ പറ്റിയ വെച്ചാൽ അത് സഹായിക്കില്ലമ്മ. അത് ഞങ്ങൾക്ക് അറിയൂ. പക്ഷെ നമുക്ക് പൈസയൊന്നും ഇല്ലെങ്കിലും നമ്മൾ ആളായിട്ടൊരു ഉപകാരം നമ്മൾ ചെയ്യും. പക്ഷെ ഇങ്ങനെ കമൻ്റ് ഇടുമ്പോൾ ഞാൻ പറയാണ്, ഇത് ആവശ്യമല്ലാത്ത രീതിയിൽ മാനസികമായിട്ട് മറ്റുള്ളവരെ തകർക്കാനോ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഇടുമ്പോൾ നമുക്കും അതിൻ്റേതായ നിയമ നടപടികൾ ഇഷ്ടം പോലെ സ്വീകരിക്കാൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് പോകാൻ പറ്റും. പക്ഷെ ഞങ്ങൾക്കില്ലേ ഒരാളെ വേദനിപ്പിക്കാൻ വയ്യ. അത് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മളിതിക്ക് ഒന്നും നിൽക്കാത്തത്. നിങ്ങൾ ആരെയും ദ്രോഹിക്കണമെന്ന് സത്യമായിട്ട് നമുക്കില്ല കേട്ടോ. നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മളെ വീഡിയോയിൽ എന്താണ് ഇവരെ ദ്രോഹിക്കാൻ സ്നേഹിക്കണതോ ഒരു കുടുംബത്തിന് വെച്ച് പോണതോ? പിന്നെ ലോകത്ത് നമ്മൾ മാത്രമല്ല കൂട്ടുകുടുംബമുള്ളൂ, അതും പറയാ. അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല. നമ്മള് മാത്രം ലോകത്ത് ആദ്യത്തെ കൂട്ടുകുടുംബമാണ്, അവസാനത്തെ കൂട്ടുകുടുംബമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല.
നമ്മളിങ്ങനെ ജീവിക്കണമെന്നുള്ളത് മാത്രമേ കാണിച്ചു കൊടുക്കും. നമ്മളൊക്കെ എല്ലാവരും അങ്ങനെ കുടുംബത്തിൽ നമ്മൾ ഒളിയും അറിയില്ലാതെ നിങ്ങളുടെ അടുത്ത് എല്ലാം കാണിക്കുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. ഇതിലിനി എന്താ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ എത്രയും കൂട്ടുകാർ പറഞ്ഞു പ്രൊമോഷൻ വീഡിയോ എടുക്കുക പ്രസ് ചെയ്യുക, എന്തെങ്കിലും 10 രൂപ നിങ്ങൾക്ക് അങ്ങനെ കിട്ടും. പേഴ്സണലായിട്ട് എത്ര പേര് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇല്ലേട്ടാ. ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും നിങ്ങളോട് ചോദിക്കണം, ഞങ്ങളിത് ചെയ്തോട്ടെ, ഇത് ചെയ്തിട്ട് എന്തെങ്കിലും പറ്റുമോ, അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പിന്നെ നമ്മൾ അന്നന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ലേ എല്ലാ കാര്യം. അപ്പോൾ ഞാൻ പറയുമ്പോൾ എനിക്കിന്ന് ഭയങ്കര വിഷമമായിട്ടോ, കാരണം എന്നെയൊന്നും ആരും അങ്ങനെ തെറിയായിട്ടൊന്നും നമ്മൾ അങ്ങനെയൊന്നും കേൾക്കേണ്ട ഇടം വന്നിട്ടില്ല. അയ്യോ കറണ്ട് പോയി. നിങ്ങൾ ഇറച്ചി വാങ്ങണ പൈസയ്ക്ക് പാത്രം വാങ്ങിക്കൂടെ, അല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്യണ പൈസ. നമ്മുടെ മക്കൾ ഒരാഴ്ചയിൽ ഒരു ഇറച്ചീന് ഇപ്പുറത്തൊന്നും വേണ്ട, ഒരാഴ്ചയിൽ 1 കിലോ 2 കിലോ ഇറച്ചി വാങ്ങിക്കഴിഞ്ഞു വെച്ചാൽ അതുണ്ടാക്കി നമ്മൾക്ക് കൊടുക്കാൻ നമുക്കുള്ളത് പോരെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരും ഇങ്ങനെ പറയും, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നിങ്ങൾ 1/2 കിലോ ഇറച്ചി കൊണ്ടെന്നാൽ നിങ്ങൾക്ക്, നമ്മളതെല്ലാവരും പാടെ സന്തോഷത്തോടെ കഴിക്കണില്ലേ, നമ്മൾ ആർക്കും കൊടുക്കാതിരിക്കണില്ല. അപ്പോൾ ഇവിടെ 11 പേരുണ്ട് പറഞ്ഞാൽ ഈ 11 പേർക്കും കിട്ടും. ഇനി അതിൽ ഓരോ കഷ്ണായാലും ഇതൊക്കെ 1 കിലോനെങ്കിൽ 1 കിലോ മതിയേ നമുക്ക്. നമുക്കിപ്പോ ഞാൻ പറയട്ടെ, ഇപ്പൊ ഇതിൽ കുറെ പേര് പറയുന്ന പോലെ അവർക്ക് അവരുടേതായ 2 കുട്ടികൾ സ്കൂളിൽ പോകേണ്ട അവരുടേതായ ചിലവ്, ഞങ്ങളുടെ ചിലവ് ഞങ്ങൾ എടുക്കണം. അവരുടെ അല്ല പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചപ്പോൾ ഒരാളെന്നെ എല്ലാ ചിലവ് എടുക്കുകയാണ് പറഞ്ഞു വെച്ചാൽ എന്നോ തമ്മത്തല്ലുണ്ടായിട്ടുണ്ടായില്ലേ, ഞാൻ അത്ര ചെയ്തു അവരത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. നമ്മളപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യും കൊണ്ടാണ് നല്ല രീതിയിൽ പോകണം. അപ്പോൾ ചിലപ്പോൾ നമുക്ക് സമ്പാദ്യങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. 10 രൂപ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളും. സമ്പാദ്യം ഞങ്ങൾക്ക് സത്യം പറയാച്ച ഒന്നുമില്ലാണ്ട് നമ്മൾ ഓട്ടക്കൈയായിട്ട് ഇങ്ങനെ നിൽക്കണില്ലേ. വണ്ടി ഓടുന്നുണ്ടല്ലോ ഇപ്പം ആവശ്യത്തിന് നമുക്ക്. ഇതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ മസാല എവിടെ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾ പിന്നെ ചിലർ പറയും അനിയേട്ടൻ പണിക്ക് പോകണില്ല, അനിയേട്ടൻ ഒന്നും ചെയ്യണില്ല. ഈ ഒരാളൊന്നും ചെയ്യാണ്ട് നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമോ? നമ്മളെപ്പോഴും ഇത് പറയുമ്പോൾ വിചാരിക്കും അയ്യോ ഇത് പറയണ്ട, അവരെന്തോ പറഞ്ഞു പോട്ടെ എന്നുള്ളത്. ഇതൊന്നും ഇല്ലാണ്ട് ഞാൻ പറയട്ടെ, ഒരു മാസം എന്താ KSF വേണം, KSF ലോണ് എന്താ, പിന്നെ ഗോൾഡാണ് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്, കുട്ടികളുടെ പഠിത്തം, വീട്ടിൽ ചിലവ്, നമ്മൾ സാധാരണക്കാരല്ലെങ്കിൽ എന്തൊക്കെ ചിലവുകളുണ്ടാവും. അപ്പോൾ ഒരാൾ പണിക്ക് പോകാതിരുന്ന് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുക? അപ്പോൾ ചിലവരെങ്ങനെയെന്ന് പറയുമോ നെഗറ്റീവ് ഇടാൻ വേണ്ടി നമ്മളപ്പോൾ അതിന് പറയില്ല എന്ന് ചോദിക്കും. അനിയേട്ടൻ പറയും എന്നെ എന്തോ വേണമെങ്കിലും പറഞ്ഞോട്ടെ പറയും. പക്ഷേ എനിക്കത് കേൾക്കുമ്പോൾ എനിക്ക് വിഷമം, കാരണം അവരെന്താന്നുള്ളത് നിങ്ങളെക്കാട്ടിലും കൂടുതൽ എനിക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ പറയുമ്പോൾ ചിക്കൻ മസാല ഞാൻ പറയട്ടെ, അനിയേട്ടൻ ഒഴിവിട്ടുന്ന സമയത്ത് വന്ന് ക്യാമറ പിടിക്കാന്നല്ലാണ്ട് അനിയേട്ടൻ്റെ കാര്യങ്ങൾ കാണിക്കാൻ ക്യാമറയ്ക്ക് കൊണ്ടുവരുന്നില്ല. അതുകൊണ്ട് അതൊന്നും ഇപ്പോൾ ഒരു വിഷയമില്ല. നമുക്ക് വീട്ടിൽ അരി വെക്കല്ല എന്ന് പറഞ്ഞിട്ട് 10 രൂപ തരുമെന്ന് വെച്ചിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടില്ല. ഉണ്ടോ? ഒരു വീഡിയോ ഇട്ടില്ല. നമ്മുടെ വീട്ടിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടോ? ഞാൻ എന്ത് ചെയ്തോ എന്ത് ചെയ്തില്ല എന്നല്ല, ഞാൻ എന്ത് ചെയ്യണോ. അയാള് മിണ്ടില്ല, അയാളാണ് ഇതൊക്കെ ഞാൻ പറയുമ്പോ പറയാണ്. വീഡിയോയിൽ കാണിക്കുന്ന കാര്യങ്ങൾ കാണിച്ചാൽ പോലെ അതിന് പിന്നാലെ നടക്കുന്ന കാര്യങ്ങൾ കാണിച്ചാൽ അതൊക്കെ നിങ്ങൾ 2 കയ്യിൽ ഫോൺ പിടിച്ച് വീഡിയോ എടുത്തിട്ട് ഇടാൻ പറ്റുമോ? പിന്നില് കാണിക്കുന്നത് കാണിച്ചു തരുന്നില്ലേ? അപ്പൊ അതല്ലേ കാണണ്ടോ? അല്ലാണ്ട് അപ്പൊ അതിന് പിന്നിലൊക്കെ അത് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ആളുണ്ട്. അത് അവിടെ കൊണ്ടുവരാൻ നമ്മളതിനെ ആവശ്യം. ഇന്നലെ തന്നെ വീഡിയോയിൽ വരാൻ താല്പര്യം കാണിക്കാൻ പറ്റില്ല, അത് കാണിക്കൂല. അല്ലേട്ടാ ഇന്നലെ ഏട്ടൻ അത് കാണിക്കാൻ പറയുന്ന സമയം വരെ കാണിക്കില്ല. ഇന്നലെ അല്ലേ മിഞ്ഞാന്ന് എന്താ അനിയേട്ടൻ പാറശ്ശേരി പോയപ്പോൾ ആരാണ് വീഡിയോ എടുത്തിരുന്നത് ചോദിച്ചിരുന്നു. അമ്മ ഇവിടെ ഉണ്ട്, അമ്മ വീഡിയോയുടെ മുമ്പിലുണ്ട്, അനിയേട്ടൻ്റെ വണ്ടിയും കണ്ടു. അപ്പോൾ ആരാ വീഡിയോ എടുത്തിരുന്നത്? അപ്പം അതാണ് നിങ്ങളിങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര. ഇപ്പോൾ എന്താ രാത്രി നമ്മളധികം വീഡിയോ എടുക്കുന്നത് എന്തുകൊണ്ടാണ്? കുറേ ദിവസമായിട്ട് നമ്മൾ രാത്രി വീഡിയോ എടുക്കണം. അവർക്കുള്ള എപ്പോഴാണ് സൗകര്യം പറഞ്ഞു വെച്ചാൽ ആ സമയത്തിനനുസരിച്ച് നമ്മൾ വീഡിയോ എടുക്കണോ. പിന്നെ ഞാൻ ഒരു കാര്യം കൂടിയും പറയട്ടെ, എനിക്ക് സത്യം പറയച്ചപ്പോൾ മടുപ്പ് തോന്നുന്നുണ്ട്. കാരണം നമ്മളിത് കാരണം ഇവരൊക്കെ പറഞ്ഞ കുറ്റങ്ങൾ കേട്ടിട്ട് എങ്ങനെ നമ്മൾ ജീവിക്കേണ്ടത്? നമ്മുടെ കുറ്റക്കുറവുകൾ കുറേ ഉണ്ട്, അതൊന്ന് തെറ്റിദ്ധരുമ്പോഴാണ് നമ്മൾ വീഡിയോ. എൻ്റെ അമ്മയടക്കം പറയും ചെയ്തു കൊടുക്ക്, കാരണം ചെറിയ കുട്ടിയല്ലേ, നമ്മൾ അത്രയും പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം അനിയേട്ടൻ ഓരോന്ന് പറയുമ്പോൾ ഈ അമ്മയൊക്കെ ഇങ്ങനെയല്ലേ സ്വന്തം മകനെ പോലെ അവരോട് നിൽക്കണത് എന്തും കൊണ്ടാണ്, അവരുടെ സ്വഭാവം നന്നായതും കൊണ്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെ അവർ നിൽക്കുമോ? എത്രയോ വീട്ടിലുണ്ട് അമ്മായിമ്മ മരുമക്കളൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ മാറിപ്പോണതും. അതെന്താ അങ്ങനെ അവർ നിൽക്കും കൊണ്ട് മാത്രമാണ് കേട്ടോ.
അപ്പോൾ ഞാൻ പറയുകയാണ്, നിങ്ങൾ എന്നെയും അനിയേട്ടനൊക്കെ ഇഷ്ടമുള്ളവർ കാണുക. എന്നെയും എന്താ ഈ തെറിയല്ലാതെ നിങ്ങൾ എന്ത് നെഗറ്റീവ് വന്നോളും, ബാക്കി അനിയേട്ടനെ ഒന്നും പറയണ്ട കേട്ടോ. എനിക്കത് പറയുമ്പോൾ എനിക്ക് താങ്ങാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം കൂടി പറയട്ടെ. ഞാൻ ഈ 17 വയസ്സിൽ ഇങ്ങനെ ചെറിയ കുട്ടിയാവുന്ന സമയത്ത് വന്നിട്ട് ഇന്നിപ്പോൾ ഞാനിങ്ങനെ നിൽക്കണുണ്ട് എന്ന് വെച്ചാൽ മൂപ്പരാളുടെ ഒരു കഴിവും കൊണ്ട് തന്നെയാണ്. ഒരു കുട്ടീനെ പോലെയും ഒരു വലിയ ഭാര്യയായിട്ടും ഒക്കെ നമ്മളെ നോക്കി ഇവിടെ വരെ എത്തിച്ചില്ലേ. പിന്നെ എന്തിനാണ് നിങ്ങൾ അനിയേട്ടൻ പണിക്ക് പോകണില്ല, അനിയേട്ടൻ അങ്ങനെ ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നത്? എനിക്കത് എനിക്കതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് സത്യം എങ്ങനെ അറിയാം. അപ്പൊ അവനാന്റെ ഓട്ടോ ഓടാൻ പോകും, അതിന്റെ ഇടയിൽ കിട്ടുന്ന പണിക്ക് പോകും. പിന്നെ എന്തിനാ ഞാൻ അങ്ങോട്ട് പോവാണേ, എനിക്കൊരു 50 രൂപ പണി കിട്ടോ, ഞാൻ ഇങ്ങോട്ട് പോവാണേന്ന് പറഞ്ഞിട്ട് തന്നെ വീട്ടിട്ടുകൊണ്ടിരിക്കുന്നു. എനിക്ക് പെട്ടെന്നായിരിക്കും 10 രൂപ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കിട്ടുക. അപ്പൊ ഞാൻ അതിന് പിന്നാലെ ഞാൻ പോകും. അതൊക്കെ ഇപ്പൊ ഈ കുറ്റം പറഞ്ഞവരെ കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇപ്പൊ കടമ്പഴിപ്പുറം പണി നടക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് എല്ലാ അതിനെന്താ ചെയ്യുന്നത് എന്താണെന്നറിയോ? നമ്മുടെ വീട്ടിൽ പണി നടക്കുമ്പോൾ നമ്മൾ കാണിച്ചു തരിക എന്നല്ലാതെ ഇപ്പം അപ്പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ ഏട്ടാ നിങ്ങൾ എന്താ പണിയെന്ന് കാണിച്ചു തരാൻ പറ്റുമോ? പോവാ അതൊന്നും ഇപ്പൊ ഓരോടത്ത് പോയാൽ പറ്റുമോ? എല്ലായിടത്തും പോയിട്ട് ഇപ്പൊ ഇതൊക്കെ നടക്കുമോ? ഇപ്പൊ നമ്മള് പണിയെടുക്കുന്നുണ്ട്. ഇപ്പൊ വലിയ കുട്ടികൾക്കൂടെ അതൊക്കെ പോയിട്ട് നമുക്ക് പണിയെടുക്കാൻ പറ്റും. ആരാനും പണിക്ക് പോയാൽ നമുക്ക് പണി തന്നെ. അവിടെ ചെന്ന് കയറിയ വരെ അവിടെ നമുക്ക് വേറെ ഒന്നുമില്ല. നിങ്ങൾ പറയുന്നത് കൊണ്ടൊന്നും യാതൊരു വിധ കുഴപ്പമില്ല. നിങ്ങൾ പാത്രം വാങ്ങാൻ പറഞ്ഞത് ശരിയാണ്, കാര്യം പറയുന്നത്. കുറച്ച് വൃത്തിയായിട്ട് ചെയ്യാൻ പറയുന്നത് അതും ശരിയാണ്. അത് നമ്മളിതില്ല. പ്രസി വളവള സംസാരിക്കുന്നുണ്ട്, വേറുള്ളവർ സംസാരിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. സത്യം പറയാച്ചാല് സത്യം പറയാച്ചാല് എനിക്ക് സംസാരിക്കാൻ ഒരുപാട് സംസാരിക്കണം എന്നൊരു ആഗ്രഹവും ഇല്ല കേട്ടോ. സംസാരം തന്നെ കിട്ടിയ വീഡിയോ അല്ലേ? സംസാരം പറഞ്ഞ ആവശ്യത്തിനുള്ള സംസാരം. നമ്മള് സംസാരിക്കാതെ പിന്നെ ഇങ്ങനെ തന്നെപ്പതൊക്കെ ഉണ്ടാക്കുമ്പോ നമ്മള് വെക്കാണ് ഇതാ അതൊക്കെ അടുപ്പത്ത് കൊടുത്തിട്ട് ഇത് അങ്ങനെയൊക്കെ വെച്ച് ഇങ്ങനെ ഊമേനെ പോലെ കാണിക്കാൻ പറ്റുമോ? ഒരു കമാന്ന് രക്ഷമുണ്ടെന്ന് കുക്കിംഗ് ചെയ്യുന്ന അതുമാതിരി ഇപ്പൊ എല്ലാവർക്കും പറ്റും. അത് അവർക്ക് അങ്ങനെ പറ്റുണ്ടാവും. അവരിഷ്ടപ്പെടുന്നവരുണ്ട്, അവര് കണ്ടോട്ടെ. നമുക്ക് നമ്മൾ ചെയ്യുന്ന രീതി ഇതാണ്, നമ്മുടെ ജീവിതം ഇതാണ്, നമ്മുടെ കുക്കിംഗ് കാര്യങ്ങൾ, നമ്മുടെ വീഡിയോയിൽ എല്ലാം ഇതാണ്. പക്ഷേ എനിക്ക് എന്തതിലൊന്ന് പറയാനുള്ളത് അറിയാം, ആരും ഈ കുറ്റങ്ങൾ മാത്രമേ കാണുള്ളൂ. നമ്മൾ എത്ര നല്ല ചെയ്താലും അതിന് ഒരു ശകര കുറ്റം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ആ കുറ്റം മാത്രം കണ്ടിട്ട് ആ ടൈമിനെ അത് വിളിച്ച് പറയാൻ അതിന് വേണ്ടപ്പെട്ട അനാവശ്യങ്ങൾ പറയാം. അത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. അത് നല്ലൊരു ഭാഗം കാണുകയില്ല. ഈ നല്ലതും കാണുകയാണെങ്കിൽ കുഴപ്പമില്ല. എത്ര പേര് നല്ലത് കാണുന്നുണ്ട്. കണ്ടുപിടിക്കാൻ നടക്കണ ഓരോ മനുഷ്യന്മാരുണ്ട്. അതിന് നമ്മളൊന്നും ചെയ്യാനില്ല. ഇന്ന് ശില്പയൊക്കെ പറഞ്ഞുകൊണ്ട് പറയാന്ന് മാത്രം നമ്മൾ നെഗറ്റീവ്. നമ്മളെ സ്നേഹിക്കണ എത്ര പേരുണ്ട് പറഞ്ഞിട്ടാ, എത്രയോ പേര്. അതാണ് കളക്റ്റീവ് വരുന്നില്ലേ, ഇത് അവർക്ക് ചെയ്യാൻ കഴിയൂല. അപ്പൊ എങ്ങനെയെങ്കിലും ചിന്തിക്കണം. സതീശനാണ് ആ കുടുംബം നോക്കണത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഭഗവാനെ അപ്പൻ്റെ കിട്ടിയൂന്ന്. ആയിക്കോട്ടെ, ആര് നോക്കിയാലും എന്താ ഒരു കുടുംബം. ബുദ്ധിമുട്ടുണ്ടായോ? അതിനെന്താ അവര് എന്താണെന്നറിയോ? ഇതിപ്പോ ഇങ്ങനെ നിൽക്കുമ്പോഴേ ഓരോ ആൾക്കാർക്ക് കല്യാണം കഴിഞ്ഞോട് കൂടിയാണ് പോകും. ഒറ്റ പോക്ക. പിന്നെ കുടുംബത്തിൽ കാണില്ല. പിന്നെ കുടുംബത്തിൽ കാണുന്ന വല്ല കല്യാണങ്ങളോ വല്ല ഇതോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് വല്ലവരും വരുന്ന പോലെ ഒന്ന് വരും. അത് കഴിഞ്ഞ് അവർ മൂടും തട്ടിയാണ് പോകും. അതിൽ കുറേ കുറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ കുറ്റം ഉണ്ടാക്കും. അതന്നെയാണ് ചില കുടുംബങ്ങൾ മിക്കവാറും കാണുന്നതാണ്. അത് കണ്ടുപിടിക്കും. അപ്പോഴേക്ക് എങ്ങനെ പറയണ്ട് അതിലിപ്പോ എന്നിട്ടാണ് കച്ചറ ഉണ്ടാക്കുക. അതാണ് ഇപ്പൊ ഉള്ള ലോകം. അതിനൊന്നും നമ്മളങ്ങോട്ട് കണ്ണ ശ്രദ്ധിക്കുകയേ വേണ്ട. നമുക്ക് നമ്മളെ കാര്യം. 18-19 കൊല്ലാണ്. 1 കൊല്ലം 2 കൊല്ലം ഒന്നല്ല. അമ്മൂനായി 10-16 വയസ്സ്. അമ്മൂട്ടിക്ക് 16 വയസ്സാവാൻ പോണുതാ അടുത്ത മാസം 5-ാം തീയതി. 5-ാം തീയതി അല്ല 3-ാം തീയതി. അമ്മൂന് 16 ആയി. ഞാനിത് എന്താന്ന് പറയുക, ഞാനത് പറയില്ല വിചാരിച്ചു. പറയുമ്പോ പിന്നെ പറയാട്ടോ. എനിക്കിങ്ങനെ എന്താ ഇപ്പൊ അനിയനൊക്കെ പറയുമ്പോ എനിക്ക് ഭയങ്കര വിഷമമാണ്. എനിക്ക് സുകന്യനെ പറയുന്നത് ഇഷ്ടമല്ല. അനിയനെ ഞാനല്ല കേട്ടോ നെഗറ്റീവിനൊന്നും മറുപടി തരുന്നത്. എനിക്കത് തരാനേ ഇഷ്ടമല്ലേ. ഞാൻ പറയട്ടെ, നമുക്ക് പറ്റാത്ത നമ്മൾ പ്രതികരിക്കണം. ആദ്യത്തെ പോലൊക്കെ മുണ്ടാതെ ഞാനും കുറെ കാലൊക്കെ നടന്നു. ഇപ്പൊ പറ്റാത്തൊക്കെ നമ്മളപ്പോ. അതേപോലെ തന്നെ എന്റെ അനിയത്തിയാണ് സുകന്യ.
ഞാൻ അവളെ എന്നും ചേർത്ത് നിർത്തും. ഞാനിപ്പോൾ അവളെ ദേഷ്യപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞാലും അവൾ എൻ്റെയാണ്. ഇനിയിപ്പോൾ ഞാൻ ചേർത്ത് നിർത്തിയാലും തള്ളിക്കളഞ്ഞാലും ഒക്കെ എൻ്റെയാണ്, എൻ്റെ കൂടെ തന്നെയാണ് ഇരിക്കുന്നത്. എൻ്റെ ഇങ്ങനെ പറയുക, നമ്മളെ ഒന്നിച്ച് തന്നെ പോവുകയും ചെയ്യും. അപ്പോൾ അതിൽ നമ്മൾ തമാശയ്ക്ക് പറയണം. ഇപ്പം നിങ്ങൾക്കത് വീഡിയോയിൽ കാണുമ്പോൾ ഞാനിപ്പോൾ എൻ്റെ അമ്മൂനെ ചീത്ത അറിയണ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, പക്ഷെ അത് ചീത്ത അറിയില്ല. നമ്മൾ സ്നേഹം കൊണ്ട് ഓരോ കാര്യങ്ങൾ പറയുകയാണ്. ഇപ്പോൾ സുകന്യയുടെ അടുത്താണ് അത്ര നേരം ഉറങ്ങിയില്ലേ, ഇത് ചെയ്യുകയാണില്ലേ എന്ന് പറയുന്നത്. അവൾക്കത് മനസ്സിലാവണുണ്ട് നമ്മൾ എന്തും കൊണ്ടാണ് പറയുന്നത്. ഇപ്പം ഞാനാണ് പക്ഷേ നേരെ വഴുകണമെന്ന് പറഞ്ഞാൽ അവൾ അതേപോലെ പറയാറുണ്ട്. അല്ലമ്മ ആ വീഡിയോയിൽ കാണില്ല എന്ന് മാത്രം, ഞാനല്ലേ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെയൊക്കെ ഒരു തമാശകളും ഒരു എങ്ങനെ പറയാ, ഒരു കുടുംബത്ര കൊല്ലം ഒത്തൊരുമിച്ച് പോകണം പറഞ്ഞാൽ അതിന് കുറെ കോംപ്രമൈസ് ഉണ്ടാവും. ഏത് കുടുംബത്തിലുള്ള ലോകം ഒരു കുടുംബം ഒത്തൊരുമിച്ച് പോകണം പറഞ്ഞാൽ കോംപ്രമൈസ് ഉണ്ട്. അത് ജീവിച്ചവർക്ക് അറിയാം. ആരുടെ കയ്യിൽ പൈസ ഉണ്ടെന്നല്ല, വീട്ടില് ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് വരാൻ പാടില്ല. അതിന് എന്താണ് മക്കൾക്ക് ഇഷ്ടം, എന്താണ് ആർക്കാണ്, എന്താണ് ഭക്ഷണത്തിനല്ല, ഇതിനെന്തായാലും ആരുടെ കയ്യില പൈസ വെച്ചെങ്കിൽ അവരോട് ഇറക്കും. അപ്പൊ ഞാൻ ചെയ്യട്ടെ നീ ചെയ്യട്ടെ എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ കൊടുക്കും. ഇടയ്ക്കിടയ്ക്ക് സോപ്പിടും. കുഞ്ഞച്ചാ പോയി പൊറോട്ട വാങ്ങിട്ട് പോയോ. അപ്പൊ അവള് പറയുന്നത് താമസിയല്ലോ, മഴയായാലും വേണ്ടില്ല വെയിലായാലും വേണ്ടില്ല അപ്പം പോയി കൊണ്ടും. അത് അങ്ങനെയൊക്കെ തന്നെയല്ലേ ഒരു ഐക്യം. അപ്പൊ ഞങ്ങൾ മാത്രം കണ്ടുപിടിക്കുക, കുട്ടികൾ മാത്രം പറയാം. ഉള്ളത് കൊണ്ടാണ് അവർ ചെയ്യുന്നത്. എന്റെ മക്കളെ നോക്കിയ പോലെ എല്ലാവരും ചെയ്യും. അതല്ലേ വ്യത്യാസം. ഞാനൊരു കാലം ഒരു കുടുംബത്തിന് വെച്ച് പോയി എന്ന് പറയുമ്പോൾ അത് ഇപ്പോഴും അങ്ങനെ പോകണമെന്ന് അതിനനുസരിച്ച് എന്താണ് അതിനർത്ഥം? അവിടെ അങ്ങനെ ഒരു ഏറ്റവും ഇല്ലാതെ കൊണ്ടുപോകാൻ എല്ലാവരും ഒരുപോലെ ശ്രമിക്കുമെന്നാണ്. അപ്പൊ ഈ 5-6 മാസം അമ്മ ഉണ്ടായിരുന്നില്ലേ, ഞങ്ങൾ 2 കുഞ്ഞുങ്ങൾ തന്നെ ഇല്ല ഇവിടെ ഉണ്ടായിരുന്നത്. നമ്മള് എന്തെല്ലാം രീതിയിലാണോ വെച്ചാൽ നമ്മളെ ഒരുമിച്ചല്ലേ പോണത്. അപ്പൊ കുറ്റം പറയുന്നവരോട് പറയുകയാണ്. അതെ, അത്രേ ഉള്ളൂ. എനിക്ക് അതേ പറയാനുള്ളൂ. അവര് നേരെയാക്കാൻ നമ്മളെക്കാളും അല്ല, കുറ്റം പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തുണ്ടാവേ ഇനി അങ്ങനെ വെച്ച് മൂടി വെച്ചാൽ മതി, കുറച്ചു നേരം തരും. 2 കഷ്ണം ടേസ്റ്റ് നോക്കട്ടെ. കിച്ചുക്കുമാർ അടുപ്പിന്ന് കഴിക്കാൻ പാടില്ല അത്ര, കല്യാണത്തിന് മഴ പെയ്യും. കിച്ചൂട്ടിന് കഴിക്കണ്ട. ഇപ്പൊ പന്തലല്ലടാ, ഓഡിറ്റോറിയാണേ. നിമ്മക്ക് പന്തലൊന്നും വേണ്ടിയില്ല, എന്നാലും നമുക്ക് വേണ്ടി വരും. എന്നാലും ഉള്ള മിറ്റത്ത് പന്തല. ഉപ്പിടണോ? ഇല്ല കുഞ്ഞാന്നടാ, ഇത് കമ്മിയാ. എത്ര വേണോ? നിങ്ങൾക്ക് നല്ല ഉപ്പ് വേണം അല്ലേ? തത്തക്കല്ല നിനക്ക്, ഈ തത്തക്കാണ് കുട്ടിക്ക് വേണ്ടേ? ഇത് തിന്ന തരാം. കൊടുക്ക് എന്നാ കുഞ്ഞു ഇത് വാങ്ങിയേക്കട്ടെ. ഒന്നും കൂടി ഉപ്പ് തുള്ളിട്ടോ. ആ അപ്പൊ വെള്ളം മല്ലിയില ഇടമാ, വെള്ളം പറ്റൂട്ടോ. മല്ലിച്ചപ്പോടെ കുട്ടി, മല്ലിച്ചപ്പോടെ അടിപൊളിയായിട്ടുണ്ട്. മല്ലിച്ചപ്പോടെ വെതറി. അത് പാവല്ലേ, അവിടെ കണ്ണാണ്. അമ്മ മല്ലിയില ഇട്ടില്ലേ? നന്നായിട്ടുണ്ട് കേട്ടോ, ഇളക്കിയിട്ടില്ല. അതേപോലെ അമ്മ വേറൊരു ചിക്കൻ കറി വെക്കും, മുളക് ചാറ്. ഇപ്പം അതൊന്നും വെക്കണേ ഇല്ല. ആദ്യം എപ്പോഴും മുളക് ചാറ് വെക്കുന്നു അല്ലേ നമ്മള്. ഇമ്മാരി പാച്ചിലാന്ന്, അത് ചൂടുണ്ടാവും കേട്ടോ, കൈ കൊള്ളും. നല്ല പീസുകൾ അവനെടുക്കട്ടെ എന്നിട്ടാണ്. അമ്മ ഡാൻസ് കളിക്കുന്നു. ഇവരൊന്നും ഇല്ലെങ്കിൽ എന്ത് സമയം പോക്ക്. കരണ്ടും കുട്ടിക്ക് അങ്ങോട്ട് കൊണ്ടുപോകാനാ പറയുന്നത്. തരടാ കുട്ടിക്ക് പരന്ന പ്ലേറ്റ് മതി. അമ്മ അച്ഛനൊക്കെ കൈ കഴുകിട്ട് വന്നോളെ. കാട്ടമ്മ നോക്കട്ടെ. പൊള്ളു കുട്ടിക്ക്, പൊള്ളുണ്ടോ? ഇപ്പൊ പൊള്ളുന്നില്ല. അതാ ചൂടാറി, ഇങ്ങോട്ട് കുഞ്ഞു കൈ കാട്ട്.
ഇതുണ്ടോ അതാ പിന്നെയും പോയി കറണ്ട് എന്നടാ ഇത് ചെറുത് തന്നെ വർത്താനം പറഞ്ഞാൽ നിൽക്കും. ഒരു പൊറോട്ട ഇത് കോയിൻ പൊറോട്ട പോലെ കുഞ്ഞു പൊറോട്ട. എന്താ കുഞ്ഞു നീ ഇങ്ങനെയൊക്കെ ഇരിക്കണേ? എന്താ ഇങ്ങനെ ഇരിക്കണേ? നിനക്ക് പൊറോട്ട കിട്ടിയില്ലേ? ചിക്കൻ വലുതുണ്ട്. ഈ പൊറോട്ട നല്ല രസമുണ്ട് അല്ലേ? നല്ല മയുള്ള പൊറോട്ട, ചാറില്ലാത്ത പൊറോട്ടയാണ്. അപ്പം എല്ലാവരും കഴിക്കട്ടെ. കറണ്ട് ഇനി എപ്പോഴാണ് വരിക എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വിഷമയിച്ചാൽ നമ്മൾ ക്ഷമ പറയുന്നു. ആവശ്യമില്ലാത്ത എന്താ തെറി കമൻറ്റുകളൊന്നും ഇടാതിരിക്കുക. നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നടക്കാം.